बचेगा। हाँ फिर वीडियो किधर है? फोटो നീ പോലെ നമ്മളെ ഗൈഡും ആണല്ലേ. ഗൈഡ് ഇല്ലെങ്കിൽ പൊടിയുണ്ടാവും. സംഭവം ഇത് വന്നോടത്തേക്കൂടെ വഴി വരെ അറിയണം. ഇതിപ്പോ കാല് നോക്കി പോകേണ്ടി വരും അല്ലേ? മറ്റോനെ അറിയിക്കാരല്ലേ? അപ്പൊ വേറെ കാര്യം ഇന്ന് ആഫ്രിക്കയിലെ കൊമറോസിലാണുള്ളത്. കർത്താല എന്ന വോൾഗാനോ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന്. രാവിലെ 6:30 മണിക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ എത്തിയാൽ അതിൻ്റെ മുകളിൽ നിന്ന് ചെറുതായിട്ട് ഫുഡ് എല്ലാവർക്കും ഒരു സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് പറയാനുള്ളത്. നമ്മളെ അക്ഷരം അപ്പൊ കർത്താലിന്റെ ചെറുതായിട്ടുള്ള ഹിസ്റ്ററി ഒന്ന് പറഞ്ഞ് തരണല്ലോ പ്രേക്ഷകർക്ക്. ഈ രാജ്യം വെറും 1862 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കാസർഗോഡിന്റെ അത്രയും വലിപ്പം ഇല്ല. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ കാണാൻ പോണ കർത്താല സമുദ്രനിരപ്പിൽ നിന്ന് 2361 മീറ്റർ 7746 ഫീറ്റ് ഉയരത്തിലാണുള്ളത്. ഇത് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് 1858 ഇവിടുന്ന് ലാവ ഫസ്റ്റ് ഫ്ലോ ചെയ്തിട്ട് 13 കിലോമീറ്ററോളം ഈ തീക്കുണ്ടാരം ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കായി കടലിലേക്കാണിത് ഒലിച്ചിറങ്ങിയിട്ടുള്ളത് ലാവ. പിന്നെ വർഷത്തില് ഇപ്പൊ ലാസ്റ്റ് വർഷം 2005, 2007 അതാണ് ഇവിടെ ലാസ്റ്റ് വലിയ സ്ഫോടനം നടന്നിട്ടുള്ളത്. അന്നത്തെ സ്ഫോടനത്തിലുള്ളത് ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് മൊറോണി എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് കാണാം റോഡ് സൈഡിലൊക്കെ അത്രയും കിലോമീറ്റർ കണക്കിന് സഞ്ചരിച്ചിട്ടുണ്ട് ഈ ലാവ. ഈ നാട് മൊത്തം നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ മുതൽ അത് കാണാൻ കഴിയും നമുക്ക് അതിന്റെ സിറ്റുവേഷൻ. ഇവിടെ ഇവര് പറയുന്നത് 6 to 8 വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാവുന്നു എന്നാണ് പറഞ്ഞത് ഈ സ്ഫോടനം. 19ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 20 തവണ ഇവിടെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ നാട്ടില് അത്രക്കും ഒരു വലിയൊരു വിപത്താണ് നടന്നിട്ടുള്ളത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലാവ പൊട്ടി പുറപ്പെട്ടത് ശരിക്കും ഒരു കരിങ്കല്ലിനെക്കാട്ടിലും ഉറപ്പുള്ളൊരു പ്രതലായിട്ടാണ് കാണുന്നത്. ഈ രാജ്യത്ത് ആകെ താമസം വെറും 10 ലക്ഷം ആളുകളെ ഉള്ളൂ കേട്ടോ. അത്രയും കുറവാണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള വലിപ്പവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. പിന്നെ ഇത് ഇപ്പോൾ ഇങ്ങോട്ട് കയറാൻ റോഡൊക്കെ ഉണ്ട്. ഇത് ലാവൻ്റെ അവശിഷ്ടമാണ് ഈ കിടക്കുന്നത്. ഇതൊക്കെ അന്ന് ലാസ്റ്റ് 2007 പൊട്ടിത്തെറിച്ച്
2005 നവംബറിലും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, 2006 മെയ്യിലും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പിന്നെ പുക പടലങ്ങളെ വരുന്നുള്ളൂ. ഇത്ര തീക്കുണ്ടാരായിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ അത് മറിഞ്ഞൊഴുകിയിട്ടില്ല. അതിൻ്റെ ഒരു ഗർത്തം ആ ഫസ്റ്റ് വീഡിയോയിൽ കാണുന്ന മാതിരി ആ ഗർത്തത്തിൽ നിന്ന് നിറഞ്ഞു ഒഴുകി വന്ന ഇതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ അഷറഫിൻ്റെ ഷോപ്പിലുള്ള എല്ലാവരും ഉണ്ട്. ഇന്ന് ഞായറാഴ്ച ലീവാണ്. അപ്പോൾ സ്റ്റാഫുകളെല്ലാവരും കൂടി കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. പിന്നെ ഇതിവിടെ ഗവൺമെൻറ്റിന് ഇവിടുത്തെ 25,000 KMF, ഒരു KMF പറഞ്ഞാൽ ഇന്ത്യൻ്റെ ₹1 5 KMF കിട്ടും. അതേപോലെ വണ്ടിക്ക് 1,00,000 KMF. ഇതിപ്പോൾ അതിൻ്റെ കൂട്ടിയിട്ടാണ്. ഇതൊരു കമ്പനി കൊടുത്തിട്ട് റോഡ് ഇപ്പം നിർമ്മിച്ചതാണ് കേട്ടോ. പുതിയ റോഡാണ്. മുമ്പ് ഈ റോഡ് ഉണ്ടായിരുന്നില്ല, കോൺക്രീറ്റ് റോഡ്. ഇപ്പോൾ യാത്ര ചെയ്യാൻ സുഖമാണ്. എന്നാലും ഈ വണ്ടി ഏകദേശം 2-3 സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ലാൻഡ് ക്രൂസറാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടി വലിക്കുന്നില്ല. അത്രയും വലിയ കയറ്റാണ്. വീഡിയോയിൽ കാണുമ്പോൾ വലിയ കയറ്റൊന്നും തോന്നുന്നില്ലെങ്കിലും ഭയങ്കര വലിയൊരു കയറ്റായിട്ടാണ് അത് കാണുന്നത്. കാരണം വണ്ടിക്ക് വലിക്കാൻ കഴിയുന്നില്ല. അഷറഫ് ഈ നാട്ടിൽ വന്നിട്ട് 15 വർഷത്തോളമായി. അവനും ആദ്യമായിട്ടാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. റോഡ് അവസാനിച്ചു. ഇനി ഇവിടുന്നാണ്ട് അല്ല കർത്താലിന്റെ കൊരലിലെത്തി. കയറ്റങ്ങനെ കയറുമ്പോഴേ ശ്വാസം കിട്ടുന്നില്ല, അത്രയും ടൈറ്റായി. മുകളിലെത്തി തുടങ്ങി. വണ്ടിയെ കുറേ പകുതി ആളായിട്ട് കയറി പോയിട്ടുണ്ട് വണ്ടി. കാരണം വണ്ടി കയറുന്നില്ല. തടിയുള്ള ആളുകളുടെ അപ്പം അവരറ്റ് നടന്നിട്ട് മുകളിലെത്തൂല്ല. പിന്നീട് നമുക്ക് ഒരുപാട് നടക്കാണ്ട്. ठंडी ज्यादा नहीं है, थोड़ा ऐसा कुछ नहीं है, ज्यादा है तो मुश्किल है। इससे भी ज्यादा ठंडी देखा। अब देखो इसका फोटो खींचो, ये वोल्कन का पूरा वो है। നമ്മൾ പോണ സ്ഥലം എന്താ മുത്തേ സംഭവം തന്നെ ഇത്. കാറ്റ് കാരണം യാത്ര ഭയങ്കര സുഖമായിട്ട് പോകുന്നുണ്ട്.
തണുപ്പുണ്ട്. കർത്താലോ ഇത് നമുക്കുള്ള ഫ്ലാഗാണ് ഈ നിർമ്മിച്ചത്. അങ്ങനല്ലേ ഇങ്ങോട്ട് ഇറങ്ങണ്ട വേറെ വാർത്താനം ചോദിക്കാൻ അറിയാനോട് കുത്തന അതായിരിക്കില്ല അവരെ അന്യ നാട്ടിൽ പറ്റി നമ്മളെ മനസ്സിലായി തൊടാൻ പേടിയുള്ള സംഭവം ഭയങ്കര സംഭവമാണ് ഇത്. നമുക്ക് ഇതിന്റെ മുതലേ പൈസ മുതലായിട്ടപ്പോ കർത്താല അതിന്റെ ഇതാണ് ഇങ്ങനെ പരിവർത്തനത് 2500 മീറ്ററാ സ്ക്വയർ മീറ്റർ. നമുക്ക് വിശ്വസിക്കണം. ഇത് വെയിറ്റ് ഉണ്ട്. അവിടെ എത്തിരി കൊടുക്കാൻ കണ്ട തിരിച്ച് വരുമ്പോ ഒരു കാര്യമാവും. നിങ്ങൾ വേറെ നമ്മളിതിലൊരു കാര്യം മാത്രമേ ചെയ്യാത്തുള്ളൂ. മഴ പെയ്താൽ നമുക്കൊന്നും എല്ലാവർക്കും പുറച്ചിരിക്കാൻ സാധിക്കില്ല. ആ വഴിയില്ലെങ്കിൽ അങ്ങോട്ട് എന്റെ പിൻകാലങ്ങൾ എന്റെ ബാക്കിൽ പോയി. നമ്മള് ഷോട്ടിൽ കയറിക്കണേ. ഇത്രയും 10-14 കൊല്ലായിട്ട് ചിലപ്പോ നിങ്ങൾ വന്ന ടൈമിൽ വന്നിട്ടുണ്ടെങ്കിലേ ഇതിലും ടോപ്പ് ആയിരിക്കും. നമ്മൾ 6 വർഷം കൂടെ വന്ന് ഒരാളെ സ്കോപ്പ് ഉണ്ട്. പുതിയതൊക്കെ വരുമ്പോഴേ ബാബു റിയാസൊക്കെ റിയാസൊക്കെ നടക്കുന്ന ആളാ. നടക്കുന്ന ആൾക്കാർക്ക് കയറാൻ പറ്റുള്ളൂ, അല്ലാത്തത് ശ്വാസം പൊട്ടും. അതെ, നീ തടി കുറവായതുകൊണ്ട് കുഴപ്പമില്ല. അലപ്പിയ ബൈക്കിൽ നിന്നീത് ഓളവിടെ നിന്നോണ്ടാ ഞങ്ങക്ക് വണ്ടി കിട്ടിയേ. ഞങ്ങൾ ഓളെ കാത്തു നിന്ന് അപ്പൊ ऊपर से नीचे आया. ये रास्ता पे ऊपर से आ रहे हैं. हाँ നടക്കണ റൂട്ട് നടത്തലാണ്. അപ്പൊ ആ गया. എനിക്കൊന്ന് ആ ടീമിനെ ഇവിടെ ഒന്ന് കൊണ്ടുവന്ന് കാട്ടി കൊടുത്തുണ്ടാവും ചിലപ്പോ. ഉണ്ടാവും ആരെ ഇവിടെ ഒരു മിലിറ്ററിക്കാരൻ ഇന്ത്യക്കാര്, ഇന്ത്യന്റെ നേവിക്കാര്. അവിടെ എത്തിക്കണേ. നമ്മൾ എത്ര 8:30 എത്തിപ്പോ പക്ഷെ ഓർക്ക് ആകെ പ്രശ്നം ഇല്ലാത്ത നടക്കുന്ന കാഴ്ച ഓർക്ക് പ്രശ്നം ഉണ്ടാവില്ല. കയറ്റം കയറാനും അത് ഓരോ പ്രാധാന്യത്തിൽ ചാടിച്ചു.
गर्मी है अभी राजा फ्लैग ये काम नहीं है वो नहीं बोलेगा कल पैर काम नहीं ऐसा नहीं बोलेगा सबसे पहले लेट तो तू रखेगा हाँ फिर पीछे पीछे देखो वीडियो किधर है फोटो आ गया नहीं दिखाएगा क्या बोला अरे आगे दीजिए मैं तो टाइम तक करेंगे നമുക്ക് തമ്മിൽ തമ്മിൽ കാണും सलमान आगे बहुत आगे निकल गया तो बोलो आस्ते जाने का കേട്ടില്ലേ हाँ? सलमान को बोलो आस्ते जाने का स्लीप हो रहे പക്ഷെ ഇവിടെ എന്താ പറയാ ഈ മഞ്ഞ് വന്നാലും പൊടിക്കാറ്റ് വന്നാലും കുടുങ്ങും अच्छा है फोटो खींचो ऐसा ഇവിടെ ടെന്റ് करने नेक्स्ट बार हम टेंट के लिए आते हैं हाँ सैटरडे को आते हैं इधर रुकने के इधर सैटरडे आते हैं सोते हैं इधर പക്ഷെ इधर नहीं चलेगा इधर हवा आएगा नहीं उसका स्पेशल जगह है कैंप का रखने का कैंप का इधर भी देखो अच्छा हाँ, इधर सोते हैं वो लोग। हाँ വീഡിയോ നിർത്താലേ ഇത് വീഡിയോ അല്ല നമ്മളെ നാച്ചുറൽ കണ്ണിന്റെ കാഴ്ച अच्छा से खाना खाकर सोने का ഓ പാനി വെക്കാനേ ഇത് പൈസ ആക്കി ടീം കാണുമ്പോ മനസ്സിലായോ ഇനി അവിടെ ഐസാന്ന് പറഞ്ഞു ഈ കാണുന്ന ഒരു അന്തരീക്ഷം കണ്ടില്ലേ, ചുറ്റുഭാഗം നോക്കിയാൽ ഒരുപോലെയായി മാറി. ആകെ മഞ്ഞ് ശരിക്കും മേഘം മൂടി കിടക്കുകയാണ് കേട്ടോ. അത്രക്ക് മുകളിലെത്തി നമ്മൾ പോകുമ്പോൾ എന്താ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഞങ്ങളെ ഈ ഗൈഡ് കൊണ്ടുപോണത്. ആവേശത്തിലാണ്ട് പോവാണ്. കാരണം മുന്നിലേക്ക് നോക്കി ഒന്നും കാണുന്നില്ല. ഞങ്ങൾ ഈ 13 ആളുള്ളത്, ഗൈഡ് അടക്കം എല്ലാവരും കൂടി 13 ആളുള്ളത്. സംഭവമാണ് എന്തായാലും. ഇതേ അപ്പുവാ ആസിഫ, ഇതെന്താ ഈ സംഭവേ? അപ്പൊ കണ്ണുക്ക് തണുപ്പില്ല. ഈ കാണുന്നത് മഞ്ഞ് പോലെയുള്ള ഒരു ഇതായിട്ട് തോന്നുന്നു. പക്ഷെ ഇത് ശരിക്കും ഈ പാറന്റെ മുകളിൽ ഈ ലാവ അതാണ്. കരിങ്കല്ലിനെക്കാട്ടിലും ഉറപ്പ് നമ്മൾ ഷൂ ഒക്കെ കേടുന്നുണ്ട്. അതിന്റെ മുകളിലുള്ള ഒരു ഇതാണത്. ഒരു എന്താ പറയാ, ഒരു പൂപ്പല പിടിച്ച മാതിരി ആ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നടക്കുമ്പോ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. ഫ്ലൈറ്റ് പോകുമ്പോ കാണാം എത്രയോ ഏക്കർ കാണിക്കും. ഇപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ ഫ്ലൈറ്റ് പോകുമ്പോൾ അതായിരിക്കും ഇത് കാണാം അല്ലേ? ആ ഈ ഒരു പൊറ്റ കാണുള്ളൂ, മഞ്ഞ് പോലെ. മഞ്ഞ് പോലെ ഇതിന്റെ മുകളിൽ കൂടെ വരില്ല. ഇതിനെ പറ്റി പറഞ്ഞോ? അല്ല, ഇതിനെ പറ്റി ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഞാനിക്കെന്താ അറിയണ്ടില്ല. അല്ല, ഇവിടുന്ന് പറയുമ്പോ അല്ലെന്നറിയോ, ആൾക്കാർ പറയും എന്താ പറയേണ്ടത്? അതാണ് റൂട്ടിങ്. का भी नहीं अच्छा है. अच्छा बॉर्डर आप किधर जा रहे? ഈ വലത് ഭാഗത്ത് കാണുന്ന മലൻ്റെ അപ്പുറത്തുനിന്ന് അത്ര ഇവർ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ടൂറ് പോകുമല്ലോ. അപ്പോൾ അവിടെ ടെൻറ്റ് കെട്ടി ഒരു ദിവസം താമസിച്ചിട്ട് ആണ് ഈ ഗർത്ത കാണാൻ അവർ വന്നിട്ടുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന കടയിൽ അവരൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതാണ് അവരവിടെ നിന്ന് വരുന്ന വഴിയിൽ പറയണത്.
ഒരു ദിവസം ടെൻറ്റ് കയറ്റിയത് പോലെ അവർ അന്ന് നടന്നിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞങ്ങളിപ്പോൾ വണ്ടിക്ക് റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പോലെ അന്നത്തെ റോഡ് ഇപ്പോൾ അടുത്തുണ്ടാക്കിയിട്ടുള്ളൂ. അതിൻ്റെ മുമ്പ് റോഡ് സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ അങ്ങനെയാണ് അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞത്. ഇവനിപ്പോൾ ഗൈഡ് നമ്മളോട് ആ കാണുന്നെന്ന് പറയണ്ടെന്നല്ലാതെ അങ്ങനെ ഒരുപാട് മണിക്കൂറായി ശരിക്കും പറഞ്ഞ നടക്കുന്നു. മാമക്കോയ പറഞ്ഞാൽ ആ കാണുന്ന ദുബായ് പറഞ്ഞാൽ കാണുന്നില്ല. ഈ അങ്ങനെ നോക്കിയാലും ഇത് ഭീകരമായൊരവസ്ഥ കേട്ടോ. അടക്കടക്കടക്ക് അടന്നോട്ടോ. നീ പോലെ അത് കാണിച്ചിട്ടോ. കർത്താലയിലുള്ള ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇത്. പോലും പോയ അടയാളം കണ്ട, ഇതാണ് പോലും പോയ അടയാളം. ഇതിന്റെ സ്വന്തം ചങ്ക് ആസിഫ്, ചങ്ക് നമ്മളെ ഗൈഡുമാണ് അല്ലേ? ഗൈഡില്ലെങ്കിൽ പൊടിയുണ്ടാവും. ഇതിപ്പോ നമുക്ക് ഇപ്പൊ തന്നെ അറിയാം ഏത് തെക്കും മടക്കിലൊക്കെ പോണത്. അതന്നെ ഇപ്പോൾ ആ കൈയിന്റെ ഇത് തണുക്കൽ തുടങ്ങി. ഇവിടെ കൈയിന്റെ പാർട്സ് റെങ്കിട്ടോ ടീഷർട്ട് ഇല്ലാട്ടോ, തണുപ്പൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന തട്ടിലല്ലേ. സംഭവം ഇത് വന്നോടത്തേക്കൂടെ വഴി വരെ അറിയണം. അതിപ്പോ കാലുമൊക്കെ പോകേണ്ടി വരും അല്ലേ? മറ്റോനെ അറിയിക്കാരല്ലേ? അപ്പൊ വേറെ കാര്യം കേട്ടോ, ഈ കണ്ടീഷൻ നമ്മൾ തിരിച്ചു പോവും. അറിയാത്ത ആൾക്കാര് നല്ല കാലുണ്ട് ഇവിടെ, അടച്ച് കാല. ഇതാ കാലൊക്കെ അടുത്ത് കാറ്റെന്നാ മാറിപ്പോവും. ഇല്ല, ഇതൊക്കെ പഴയ കാലാണ് ഈ കാണുന്നത്. മനസ്സിലായില്ല? പഴയ കാലം ഉണ്ടല്ലേ. ഇവിടൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ട തന്നെ. ശ്വാസതടസ്സം തന്നെ ഏറ്റാലേ ഓക്സിജന്റെ കുറവെന്ന് സംഭവിച്ച എല്ലാവർക്കും ഇടങ്ങേറാവും. ഒന്നും കാണാത്ത അവസ്ഥ ആയിട്ടോ. ഞങ്ങളത് ഇതിന്റെ ഉള്ളിലായി. ആ മഞ്ഞ് പോയിട്ടോ, മഞ്ഞ് പോയി കാണുന്നു. ഇതൊരു സംഭവം കേട്ടോ, ജീവിതത്തിൽ മരിക്കണ വരെ ഓർമ്മ ഉണ്ടാവും. മഴവെള്ള പാച്ചിരിക്കുന്നത് തണുത്തിട്ട് പൊടി പൂരം പോയിക്കണ ടമേത്തന്ന് ഇനി തണുക്കാനില്ല.
ഗംഭീര അനുഭവട്ടോ. എടാ ചിപ്സ് വാറ്റിക്കുന്ന ഒരു സുഖാട്ടോ. അസർ പോവാ ചിപ്സ് വാറ്റിക്കുന്നപ്പോളേ വേറെ സംഭവം അസർഫുവാ, കണ്ണട വെച്ചാലേ ഓല കാണുള്ളൂ. കണ്ണട ഊരിയല്ല കള്ള വൈറ്റ് കളർ ആയിരിക്കും ദൂരത്തേക്ക് നോക്കിയാല്. गिरने वाला था, स्लिप हुआ था इधर. इतना भूख लग रहा है मत पूछो. वाह, इसलिए टेस्ट ज्यादा हो गया. हाँ. എല്ലാം ഓനെ നമുക്ക് കേടായിട്ടൊന്നുമില്ല. ഓനാണ് ഡ്രൈവർ അവിടെ ഇരുന്നില്ല. എവിടെ വീഡിയോന്റെ ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ ആ കത്തിച്ചൊലിച്ചിട്ടാൽ ആ ഒരു ഗർത്താണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. അതിനുണ്ടായ ഗർത്തം അതിൽ നിന്ന് ഒലിച്ചു വന്നതിന്റെ ഈ പ്രതലത്തിലൂടെ നമ്മൾ നടക്കുന്നത് അതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാനുള്ളത്. അത് മാത്രല്ല 4 മണിക്കൂർ മേഘത്തിന്റെ ഉള്ളില് ഞങ്ങൾ പെട്ടിട്ട് സത്യത്തില് എല്ലാരും ഒന്ന് മാനസികമായിട്ട് തകർന്നൊരു കാഴ്ച നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.